അടിച്ചു വാരടാ, വാരാൻ. നിനക്കെന്താട് നടുവേദന എടുക്കുന്നുണ്ടോ? നന്നായി കുനിഞ്ഞ് വൃത്തിയായിട്ട് അടിച്ചു വാരടാ. അങ്ങനെ നിന്നെയൊക്കെ നല്ല തല്ല് കൊടുത്ത് വളർത്താത്തതിന്റെ പ്രശ്നോ? സാരമില്ല, ഞാൻ ശരിയാക്കി തരാം. തോക്ക് തോക്ക്. പാവം, അമ്മ വരച്ച വരയിൽ ഒരാൾ കൂടി. എന്നാലും ജോർജ് ഏട്ടൻ ഇങ്ങനൊരു പണി കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കഴിഞ്ഞ ആഴ്ച കൂടി എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ചൊരു വാക്ക് പോലും പറഞ്ഞില്ല. അയാളുടെ വീട് അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് വിൽക്കുക. അതിന് നമ്മളോട് അന്വേഷിക്കേണ്ട കാര്യം അയാൾക്കില്ലല്ലോ. എന്നാലും അതല്ലല്ലോ ഒരു മര്യാദ. നിനക്ക് ജോർജിനെ ഒന്ന് വിളിച്ച് സംസാരിക്കായിരുന്നില്ലേ മോനെ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലമ്മേ. എത്ര വിളിച്ചിട്ടും അയാൾ ഫോൺ എടുക്കുന്നില്ല. ഇതെല്ലാം ഞാൻ കാരണോ സംഭവിക്കുന്ന? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവരെത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞ വീടായിരുന്നു ഇത്. ഇപ്പൊ ഞാൻ കാരണമല്ലേ ഇതിവരുടെ കൈവിട്ട് പോകാൻ പോകുന്ന? മോളെ, ഇതിനെല്ലാത്തിനും കാരണക്കാരനാ അബിയ. അവൻ ചെയ്ത വൃത്തികേടുകൾക്ക് മോളെങ്ങനെ ഉത്തരവാദിയാകുന്നേ? എടോ, നിങ്ങളൊക്കെ ഈ വീട് മാറുന്നതിന് എന്തിനെത്ര സെന്റിയാവുന്നത്?